ഇത് നേസൽ ഡ്രോപ്സ്, ഇത് നേസൽ സ്പ്രേ. ഇത് പലപ്പോഴും എല്ലാവരും തെറ്റായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. സോ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നേസൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും നേസൽ സ്പ്രേ എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ തുള്ളിയായിട്ടും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സ്പ്രേ ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ തല കുറച്ചൊന്ന് പുറകിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതേസമയം നേസൽ സ്പ്രേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പമ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂബ് പോലുള്ള ടിപ്പ് താഴെ അറ്റത്ത് വന്ന് മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തല ഇങ്ങനെ പുറകിലേക്ക് ആക്കിയിട്ട് ഈ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ താഴെ മരുന്നില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രോപ്പറായിട്ട് മരുന്ന് വരില്ല. അതുകൊണ്ട് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ, അതായത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തല കുറച്ച് താഴേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ മുക്കിനുള്ളിലേക്ക് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ നേസൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സിംറ്റം റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് യൂഷ്വലി ഒരു 5 to 7 days മാത്രമേ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേസമയം നമ്മളിപ്പോൾ എന്തെങ്കിലും മൂക്കിൽ ദശ വളർച്ച അല്ലെങ്കിൽ അലർജി പോലത്തെ പ്രശ്നങ്ങൾക്ക്, അഡിനോയിഡ്സ് പോലത്തുള്ള പ്രശ്നങ്ങൾക്ക് കുറച്ച് ലോങ് ടേമിൽ ഉപയോഗിക്കുന്ന, അതായത് ചിലപ്പോൾ മാസങ്ങളോളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന മരുന്നാണ് നേസൽ സ്പ്രേ എന്ന് പറയുന്നത്.